ഹായ്, ലാസ്റ്റ് ട്രിവാൻഡ്രം ബ്രൈറ്റ് അക്കാഡമിയുടെ വീഡിയോ എന്തായിരുന്നു പ്രത്യേകത? ഈ അക്കാഡമിക് ഇയർ 2024-25 ഈ അക്കാഡമിക് ഇയറിൽ 12th എക്സാം എഴുതുന്ന കുട്ടികൾക്കുള്ള അവസരങ്ങൾ, ഇന്ത്യയിൽ നടക്കുന്ന വിവിധ എൻട്രൻസ് പരീക്ഷകൾക്കുള്ള അവസരങ്ങളെക്കുറിച്ചുള്ള വീഡിയോകളായിരിക്കും ഇനി വരിക എന്ന് പറഞ്ഞു. അതിൽ തന്നെ ആദ്യ സൂചന നൽകിയിരുന്നു NID നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ, ഇന്ത്യയിലെ മികച്ച 7 ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. അവയിൽ 5 എണ്ണത്തിലേക്ക് നടക്കുന്ന UG പ്രോഗ്രാമുകളുടെ എൻട്രൻസ് എക്സാം, അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഈ വീഡിയോ. സ്വാഭാവികമായും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് പരമാവധി ഷെയർ ചെയ്യാം. എന്തിനാണ്? നമ്മുടെ ലക്ഷ്യം വളരെ സിമ്പിളാണ്. നമ്മുടെ വിദ്യാർത്ഥികൾ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തിരക്കി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതിന് പകരം ഇന്ത്യയിലെ മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ പരിചയപ്പെടുത്തണം. അപ്പോൾ എന്താ പ്രത്യേകത? ഫീസ് കുറച്ച് മതി, ഇന്ത്യയിൽ പഠിക്കാം. ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ മറ്റു രാജ്യങ്ങളിൽ പോയാലുണ്ടാകുന്ന പ്രശ്നങ്ങളില്ല. അപ്പോൾ തീർച്ചയായും ഈ വീഡിയോസ് ഷെയർ ചെയ്യണം. കാരണം പുതിയൊരു തലമുറ തൊഴിലുറപ്പുള്ള കോഴ്സുകൾ പഠിച്ച് 20-21 വയസ്സിലൊക്കെ തന്നെ പ്ലേസ്മെൻറ്റുകൾ നേടി ഉയർന്ന ശമ്പളത്തിൽ അവർ നല്ല ജീവിത നിലവാരത്തിലേക്ക് വരട്ടെ. കാരണം ഇത്തരം കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടുന്ന കുട്ടിയുടെ ഫാമിലി കൂടി രക്ഷപ്പെടുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. NID നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ. ഇത് JEE NEET പോലെ എല്ലാവർക്കും പരിചയമുള്ളതല്ല. കാര്യം NEET 25 lakhs എഴുതുന്നു, JEE 15 lakhs എഴുതുന്നു. പക്ഷെ ഇവിടെ അത്രയും കുട്ടികളൊന്നും ആപ്ലിക്കൻസ് ആയിട്ട് കാണില്ല. കാരണം നിങ്ങളുടെ ഹോബി പടം വരെയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിർമ്മിക്കുന്ന രീതിയുണ്ട്, ഡിസൈനിങ് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ അവസരം. അപ്പോൾ ഈ വീഡിയോ തീർച്ചയായും പടം വരയ്ക്കാൻ കഴിവുള്ള +2 പഠിക്കുന്ന, അതേത് സ്ട്രീമും ആയിക്കോട്ടെ, സയൻസ് ആകാം, കൊമേഴ്സ് ആകാം, ഹ്യൂമാനിറ്റീസ് ആകാം, ഏതായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ എൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണ്. അപ്ലൈ ചെയ്യാനുള്ള ടൈം ആയിക്കഴിഞ്ഞു. ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞു. സെപ്റ്റംബർ 3 മുതൽ ഡിസംബർ 3 വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ്. ഓക്കെ, ആപ്ലിക്കേഷൻ ഫീസ് ശ്രദ്ധിക്കണം. OBCക്കും ജനറലിനും 3000, SC/ST ആണെങ്കിൽ 1500. എത്ര ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ? 7 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, 5 എണ്ണത്തിലെ UG പ്രോഗ്രാം, അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം 5 ഇൻസ്റ്റിറ്റ്യൂട്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ട് അഹമ്മദാബാദ്. ബാക്കി 4 പേർ എന്ന് പറയുന്നത് ഒന്ന് ഹരിയാനയാണ്, ഒന്ന് മധ്യപ്രദേശാണ്, ഒന്ന് ആസാമാണ്, ഒന്ന് ആന്ധ്രാപ്രദേശ്. ഈ 5 സ്ഥലങ്ങളിലാണ് UG ഉള്ളത്. 425 സീറ്റുകളാണ്, 425 സീറ്റ്സ്. ഇതിൽ ഏറ്റവും കൂടുതൽ സ്ട്രീം ഉള്ളത് അഹമ്മദാബാദ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. അവരുടെ കോഴ്സസ് വെറൈറ്റിയാണ്. കമ്പ്യൂട്ടർ ഡിസൈൻ പഠിക്കാം, ആനിമേഷൻ ഡിസൈൻ പഠിക്കാം, പ്രോഡക്റ്റ്, ഇൻഡസ്ട്രിയലിൽ പ്രോഡക്റ്റ് ഡിസൈൻ പഠിക്കാം, ടെക്സ്റ്റൈൽ ഡിസൈൻ പഠിക്കാം. ഇതിനെല്ലാം ഉള്ള കോഴ്സസ് അഹമ്മദാബാദിലുണ്ട്. മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പൊതുവെ 3, 4, 5 സ്ട്രീമുകളൊക്കെയാണ് സാധാരണഗതിയിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി പരീക്ഷയെക്കുറിച്ച്. ആപ്ലിക്കേഷൻ ഡേറ്റ് മറക്കരുത്, ഡിസംബർ 3 മുതൽ. ആപ്ലിക്കേഷൻ ഫീസ് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് എക്സാമിനെ കുറിച്ച്. 2 സ്റ്റെപ്പുകളിലായി നടക്കും. 2 സ്റ്റേജസ് ആണ് ഉള്ളത്. ഒന്ന് പ്രിലിംസ്, 2 മെയിൻസ്. പ്രിലിംസിൽ നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ്, ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട ആപ്റ്റിറ്റ്യൂഡ്, അതോടൊപ്പം അതിൻ്റെ ഡ്രോയിങ്ങുമാണ് വരുന്നത്. ജാനുവരി 5 എക്സാം. ജാനുവരി 5 എക്സാം നടക്കും. ഓക്കെ, മെയ്യോടുകൂടി റിസൾട്ടൊക്കെ വരും. ഇതിൻ്റെ ഇടയിൽ മെയിൻസ് എക്സാം ഉണ്ടാവും. ഓക്കെ, ഇനി ഇതിൻ്റെ പാക്കേജ്. ക്യാമ്പസ് സെലക്ഷൻ നടക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഈ 5 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. ഏറ്റവും മിനിമം പാക്കേജായി വരുന്നത് 12 lakhs per annum ആണ്. എന്ന് പറഞ്ഞാൽ ഒരു മാസം ഏകദേശം 1 ലക്ഷം രൂപ. ഇന്ത്യയിൽ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സാലറി കുറവാണെന്ന് പറയുന്നു. ഒരു ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊന്നാണ് NID.
1 lakh ഇന്ത്യയിൽ തന്നെ കിട്ടും മിനിമം. ആവറേജ് പേ 20 lakhs പ്ലസ് ആണ് എന്ന് പറഞ്ഞാൽ നിയർലി 1.5 lakhs പെർ മന്ത്. ഇനി ലാസ്റ്റ് ഇയറിലെ 2023 ഹയസ്റ്റ് പേയ്മെന്റ് നമ്മൾ നോക്കിയാൽ ഇറ്റ്സ് 55 lakhs അറൗണ്ട്. കുട്ടികളുടെ പ്രായം ഞാൻ പറഞ്ഞു, ക്യാമ്പസിൽ വന്ന് സെലക്ട് ചെയ്ത് പോകുന്നു. പ്രായം 20 to 21 അല്ലെങ്കിൽ 22, അതിനപ്പുറത്ത് പോകാം. സോ ഇറ്റ്സ് എ ഫെൻറ്റാസ്റ്റിക് ഓപ്പർച്യൂണിറ്റി ഫോർ യു. 12th പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളുടെ ഇടയിലേക്കും, സിലബസ് ഏതും ആയിക്കോട്ടെ, CBSE, ICSE, സ്റ്റേറ്റ്, ഏത് സിലബസും ആയിക്കോട്ടെ, അവരുടെ ഇടയിലേക്ക് ഇത് പ്രചരിപ്പിക്കുക, ഇത് എത്തിക്കുക. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഈ സ്കില്ലുണ്ടെങ്കിൽ അവർ എക്സാം എഴുതട്ടെ, വിൻ ചെയ്യട്ടെ. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. തയ്യാറെടുക്കുക. എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടോ എങ്കിൽ ഈ തന്നിരിക്കുന്ന നമ്പറിൽ ഒന്നുകിൽ വാട്സപ്പ് ചെയ്യാം, അതല്ല എങ്കിൽ ഡയൽ ചെയ്യാം. സൊല്യൂഷൻസ് കുട്ടികളെ ഡയറക്റ്റ് ചെയ്യുന്നു. അപ്പോൾ സൊല്യൂഷൻസ് എന്ത് സപ്പോർട്ട് നിങ്ങൾക്ക് നൽകുന്നതാണ്. ഓക്കെ, താങ്ക് യു, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.